ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് പഴുത്തതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ള ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ തൊലിയൊക്കെ കുറച്ച് കറുത്ത് പോയിട്ടുള്ള 2 നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് മുറിച്ച് വെക്കാം. തൊലി കറുത്ത് പോയി എന്ന് വിചാരിച്ചിട്ട് ഈ പഴം അത്രക്കങ്ങ് അലിഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം ഒരു ഉറപ്പിലൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ 2 പഴവും നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ച് വെക്കാം. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് വേണ്ട ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 125 ml കപ്പിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സാധാരണ ഗ്ലാസ്സിലൊക്കെ അളന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് എടുത്തിട്ട് പിന്നെ 2 വലിയ ടേബിൾ സ്പൂണും കൂടെ മൈദ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 1/2 കപ്പ് കറക്റ്റ് ആവും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ മധുരം വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം. ഈ ഒരു ലൂസിലുള്ള ബാറ്ററാണ് കേട്ടോ വേണ്ടത്. അധികം കട്ടിയായിട്ടുമില്ല എന്നാൽ അധികം ലൂസായിട്ടുമില്ല. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഇതുപോലെ അത്യാവശ്യം ചൂട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അപ്പോൾ അത് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്കൊരു 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നമുക്ക് ഇതുപോലെ ഒന്ന് പാത്രത്തിൻ്റെ എല്ലാ സൈഡിലേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ഓരോ പീസായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഒന്നിൻ്റെ മുകളിൽ വരാത്ത വിധത്തിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് കേട്ടോ പഴത്തിൻ്റെ പീസ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ 2 പഴം എടുത്തിൽ ഇത്രയും പഴത്തിൻ്റെ പീസുകൾ ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ കൊള്ളുന്നത്രയാണ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് അടച്ചു വെച്ച് നമുക്കൊരു 5-10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കുക. അധികം തിക്കായി ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് മുകൾ ഭാഗം ഒന്ന് തൊട്ട് നോക്കിയാൽ ഒട്ടലൊന്നും ഇല്ലെങ്കിൽ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയി കിട്ടും. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കിയിട്ട് മുകൾ ഭാഗം ഇതുപോലെ തൊട്ട് നോക്കുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ അല്പം നെയ്യൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ മറിച്ചിട്ട് കൊടുത്ത ശേഷം ഈ ഒരു സൈഡും കൂടെ നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊരു ഗോൾഡൻ കളറാക്കി എടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഇത് ഓൾറെഡി വെന്തതായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ് മറിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ആയി കിട്ടും. ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്കിത് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള സ്നാക്കാണിത്. ഇനി ഇതുപോലെ ഓരോ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് കട്ട് ചെയ്താൽ അടിയിൽ നല്ല വൈറ്റ് കളറിലും അതുപോലെ മുകൾ ഭാഗത്തേക്ക് ആ പഴത്തിൻ്റെ യെല്ലോ കളറിലും ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്